വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 5ാമത്തെ പേജ് മുതലുള്ള എക്സർസൈസുകളാണ്. കേട്ടോ? അപ്പോൾ നിങ്ങളുടെ പുസ്തകം എടുക്കുക, അതിലെ 5ാമത്തെ പേജ് ഒന്ന് തുറന്ന് നോക്കിക്കേ. കണ്ടില്ലേ? അതിലെ ആദ്യം കൊടുത്തിരിക്കുന്ന വാക്കുകളൊക്കെ ഒന്ന് വായിക്കാം, സെൻറ്റൻസ് ഒന്ന് വായിക്കാം. ആൻസർ ദ ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക. റൈറ്റ് യുവർ ആൻസർ ഇൻ ദ ഗിവൺ സ്പേസ്, നിങ്ങൾ ഉത്തരം ആ തന്നിട്ടുള്ള ഇടയിൽ ഇങ്ങോട്ട് പൂരിപ്പിക്കണം. പൂരിപ്പിക്കുന്നതൊക്കെ പിന്നെ മതി കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊരു നോട്ട്ബുക്ക് എടുത്ത് വെച്ച് അവത്തിൽ ഇപ്പോൾ എഴുതിയാൽ മതി. റൈറ്റ് യുവർ ആൻസർ ഇൻ ദ ഗിവൺ സ്പേസ് എന്നുള്ളത് റൈറ്റ് യുവർ ആൻസർ ഇൻ എ നോട്ട്ബുക്ക്, ഒരു നോട്ട്ബുക്കിൽ ഇങ്ങോട്ട് എഴുതുക. അത് കഴിഞ്ഞിട്ട് പിന്നെ സാർമാർ പറയുമ്പോൾ, ടീച്ചേഴ്സ് പറയും, ബുക്കിൽ ടെക്സ്റ്റിൽ എഴുതിയാൽ മതി. ഹൗ മെനി ചിൽഡ്രൻ ആർ ദെയർ ഇൻ ദ പോയം, എത്ര കുട്ടികളുണ്ടായിരുന്നു പോയത്തിൽ. ഹൗ മെനി ചിൽഡ്രൻ ആർ ദെയർ ഇൻ ദ പോയം, ഈ പോയത്തിൽ എത്ര കുട്ടികളെ പറ്റിയാണ് പറയുന്നത്. പടവത്തി കൊടുത്തിട്ടുണ്ടല്ലോ, നോക്കിയേ. ദെയർ ആർ 2 ചിൽഡ്രൻ, 2 ചിൽഡ്രനാണുള്ളത്. ഇൻ ദി പോയം, ഈ പോയത്തിൽ 2 കുട്ടികളാണുള്ളത്. അപ്പോൾ നിങ്ങളെങ്ങനെ എഴുതണ്ടേ? ദെയർ ആർ 2 ചിൽഡ്രൻ ഇൻ ദി പോയം, അങ്ങനെ എഴുതാം. ദെയർ ആർ 2 ചിൽഡ്രൻ ഇൻ ദ പോയം, അതാണ് ആൻസർ. ഇനി അടുത്തതോ, വൈ ഡിഡ് ദ ചിൽഡ്രൻ വോണ്ട് ടു ഷെയർ ദി ക്രയോൺസ്. വൈ ഡിഡ് ദ ചിൽഡ്രൻ വോണ്ട് ടു ഷെയർ ദ ക്രയോൺസ്, എന്തുകൊണ്ടാണ് അവർ ക്രയോൺസ് ഷെയർ ചെയ്യാൻ തുടങ്ങിയത്? ഷെയർ ചെയ്യാൻ തുടങ്ങിയത് അവർക്കൊരു ഫുൾ പാക്ക് വേണം, ഇതിന് വേണ്ട അല്ലേ? ദേ വോണ്ടഡ് ടു ഷെയർ ദ ക്രയോൺസ്. ഡിഡ് വോണ്ട് എന്നാണ് ചോദ്യത്തിലുള്ളത്. ഹൗ ഡിഡ് ദ ചിൽഡ്രൻ വോണ്ട് എന്നാണ്. അപ്പോൾ ഡിഡ് വോണ്ടെന്ന് ഉത്തരം പറയുമ്പോൾ വോണ്ടഡ് എന്നാകും അല്ലേ? ചിൽഡ്രൻ വോണ്ടഡ് ടു ഷെയർ ദ ക്രയോൺസ് ടു ഗെറ്റ് എ ഫുൾ പാക്ക് അല്ലേ? ഒരു ഫുൾ പാക്ക് വേണ്ടിയിട്ടാണ്. Children wanted to share the crayons so that they have a full pack. ഒരു ഫുൾ പാക്ക് വേണം, അതിനുവേണ്ടി അവർ ഷെയർ ചെയ്യാൻ തുടങ്ങിയത്. അടുത്തത് നോക്കാം. നോക്കിയേ, എത്രാമത്തെയാണ്? 3ാമത്തെ ചോദ്യം. ഹൗ ക്യാൻ ദ ചിൽഡ്രൻ ഇൻ ദ പോയം ഹാവ് എ ഫുൾ പാക്ക്. ഹൗ ക്യാൻ, എങ്ങനെ അവർക്ക് ഫുൾ പാക്ക് ഉണ്ടാക്കാം? അതിപ്പോൾ പറഞ്ഞല്ലേ അല്ലേ, ഷെയർ ചെയ്തിട്ട്. ഹൗ ക്യാൻ ദ ചിൽഡ്രൻ ഇൻ ദ പോയം ഹാവ് എ ഫുൾ പാക്ക്, ഷെയർ ചെയ്താൽ കിട്ടുമല്ലേ, അങ്ങതാ ഉത്തരം. ഹൗ ക്യാൻ ദ ചിൽഡ്രൻ ഇൻ ദ പോയം ഹാവ് എ ഫുൾ പാക്ക്. ദ ചിൽഡ്രൻ ഇൻ ദ പോയം ഹാവ് എ ഫുൾ പാക്ക് ബൈ ഷെയറിങ് ദെയർ ക്രയോൺസ് അല്ലേ? ബൈ ഷെയറിങ് ദെയർ ക്രയോൺസ്, അങ്ങനെയാണ് അല്ലേ? ഉത്തരം അങ്ങനെ പറയും. ഹൗ ക്യാൻ ദ ചിൽഡ്രൻ ഇൻ ദ പോയം ഹാവ് എ ഫുൾ പാക്ക് എന്ന ചോദ്യമാണ്. ഉത്തരം they can share the crayons to get a full pack അല്ലേ? അതാ ഉത്തരം. they can share the crayons to get a full pack. ഒരു ഫുൾ പാക്ക് കിട്ടാൻ വേണ്ടി അവർക്ക് ഷെയർ ചെയ്യാം, അതാ. കേട്ടോ? അടുത്തതോ, തിങ്ക് ആൻഡ് സേ, ആലോചിച്ച് പറയാൻ വേണ്ട, ആലോചിക്കാതെ ഒന്നും പറയണ്ട കേട്ടോ. തിങ്ക് ആൻഡ് സേ. ദ ചിൽഡ്രൻ ഇൻ ദ പോയം ഷെയർഡ് ദെയർ ക്രയോൺസ്. ഡു യു ഷെയർ എനിത്തിങ് വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങൾ എന്തെങ്കിലും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുമോ? വാട്ട് ഡു യു ഷെയർ, നിങ്ങൾ എന്താ ഷെയർ ചെയ്യുന്നത്? ഇതിൽ ആദ്യത്തെ ചോദ്യം എന്താണ്? ഡു യു ഷെയർ എനിത്തിങ് വിത്ത് യുവർ ഫ്രണ്ട്സ്. അതിൻ്റെ ഉത്തരം ഇതാ, യെസ് വി ഷെയർ. അതാ ആദ്യത്തെ ഉത്തരം. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ ചോദിക്കുന്നത് എന്താണ്? പിന്നെ ചോദിക്കുന്നത് വാട്ട് ഡു യു ഷെയർ എന്നാ. അതിൻ്റെ ഉത്തരം വി ഷെയർ പെൻസ് ആൻഡ് പെൻസിൽസ്, അങ്ങനെ പറഞ്ഞാൽ മതി. വി ഷെയർ പെൻസ് ആൻഡ് പെൻസിൽസ് വിത്ത് അവർ ഫ്രണ്ട്സ്, അങ്ങനെ പറഞ്ഞാൽ മതി. ഞങ്ങൾ പെൻസിലും പേനയും ഒക്കെ ഷെയർ ചെയ്യാറുണ്ട്, അതാ കാര്യം. അടുത്ത നോക്കിയേ. യു ഹാവ് ഒൺലി ഗ്രീൻ, ബ്ലൂ ആൻഡ് റെഡ് ക്രയോൺസ്. Talk in pairs. What do you want to draw? അതാ, യു ഹാവ് ഓൺലി ഗ്രീൻ, ബ്ലൂ ആൻഡ് റെഡ് ക്രയോൺസ്. നിങ്ങൾക്ക് നീലയും
പച്ചയും നീലയും ചുവപ്പും ക്രയോണേ ഉള്ളൂ. ടോക്കൻ വേസ് വാട്ട് യു വുഡ് വോണ്ട് ടു ഡ്രൂ. എന്തായിരിക്കും നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നത്? വി ക്യാൻ ഡ്രോ ട്രീസ് ആൻഡ് ലീവ്സ് വിത്ത് ഗ്രീൻ കളർ. വി ക്യാൻ ഡ്രോ ലീവ്സ് ആൻഡ് ട്രീസ് വിത്ത് ഗ്രീൻ കളർ. നമുക്ക് പച്ച നിറം കൊണ്ട് മരങ്ങളെയും ഇലയും വരയ്ക്കാൻ പറ്റും അല്ലേ? ട്രീസിനെയും വരയ്ക്കാം, ലീവ്സിനെയും വരയ്ക്കാം, മരങ്ങളെയും വരയ്ക്കാം, ഇലകളെയും വരയ്ക്കാം. അതാ വി ക്യാൻ ഡ്രോ ഷൂ ഫ്ലവർ വിത്ത് റെഡ് കളർ. വി ക്യാൻ ഡ്രോ ഷൂ ഫ്ലവർ, ചെമ്പരത്തിപ്പൂ വിത്ത് റെഡ് കളർ. റെഡ് കളർ കൊണ്ട് നമുക്ക് ചെമ്പരത്തിപ്പൂ വരയ്ക്കാം. വി ക്യാൻ ഡ്രോ ആപ്പിൾ വിത്ത് റെഡ് കളർ. അപ്പോൾ ചുവന്ന നിറം കൊണ്ട് ആപ്പിളും വരയ്ക്കാം, ആപ്പിൾ പഴം അല്ലേ? അത് അപ്പോൾ റെഡിൻ്റെതായി. ഇനി എന്താ ഉള്ളത്? പിന്നെ ഉള്ളത് ബ്ലൂ ആണ് അല്ലേ? വി ക്യാൻ ഡ്രോ സീ ആൻഡ് സ്കൈ വിത്ത് ബ്ലൂ കളർ. വി ക്യാൻ ഡ്രോ സീ ആൻഡ് സ്കൈ വിത്ത് ബ്ലൂ കളർ. അതാ കാര്യം. ഇനി നമുക്ക് അടുത്തത് വായിക്കാം. നൗ യു ഹാവ് ബ്ലൂ, ഗ്രീൻ, റെഡ്, യെല്ലോ, ബ്രൗൺ ആൻഡ് ഓറഞ്ച് ക്രയോൺസ്. അത്രയും ക്രയോൺസ് ഉണ്ട്. എന്തൊക്കെ നിറവാ? ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, ബ്രൗൺ ഉണ്ട്, ഓറഞ്ചും ഉണ്ട്. വാട്ട് ക്യാൻ യു ഡ്രൂ? വാട്ട് ക്യാൻ യു ഡ്രൂ? നിങ്ങൾക്ക് എന്ത് വരയ്ക്കാൻ പറ്റും? ഡ്രോ ഹിയർ. താഴെ ഇടാന്നുണ്ട് അവിടെ വരയ്ക്കാനായിട്ടാണ്. അപ്പം നമുക്ക് നോക്കാം. അവിടെ ഇപ്പോൾ വരയ്ക്കണ്ട. അപ്പോൾ നിങ്ങൾ ബുക്കാണ് വരച്ചാൽ മതി, നോട്ട് ബുക്കാണ് വരച്ചാൽ മതി, ടെക്സ്റ്റ് ബുക്കായി ടീച്ചർ പറയാൻ വരച്ചാൽ മതി കേട്ടോ. അപ്പോൾ ബ്ലൂ കളർ കൊണ്ട് നമ്മൾ സ്കൈ വരയ്ക്കും. പിന്നെ എന്ത് വരയ്ക്കും? സീ വരയ്ക്കും അല്ലേ? അത് ഗ്രീൻ കളർ കൊണ്ട് ലീഫ് വരയ്ക്കാം. വി ക്യാൻ ഡ്രോ ലീഫ്. പിന്നെ എന്ത് വരയ്ക്കും? ഗ്രീൻ കളർ കൊണ്ട് വി ക്യാൻ ഡ്രോ എ ലീഫ്. ട്രീസ് വരയ്ക്കാം പച്ച നിറം കൊണ്ട്, ട്രീസ് ഇല്ലേ? ദെൻ റെഡ് കളർ കൊണ്ടോ വി ക്യാൻ ഡ്രോ എ ചുവപ്പ് നിറം. എന്താണ് ചുവപ്പ് നിറം കൊണ്ട്? വി ക്യാൻ ഡ്രോ എ എന്താ റെഡ് നിറം കൊണ്ട് വരയ്ക്കുന്നത്? ആപ്പിൾ വരയ്ക്കാം. വി ക്യാൻ ഡ്രോ ആൻ ആപ്പിൾ. പിന്നെയോ ഷൂ ഫ്ലവർ, ഒരു ചെമ്പരത്തിപ്പൂ, ഷൂ ഫ്ലവർ. ഇനി യെല്ലോ കൊണ്ട് എന്താ വരയ്ക്കാൻ പറ്റും? ബനാന വരയ്ക്കാൻ പറ്റും. ഏത്തപ്പഴം നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ഏത്തപ്പഴത്തിന് മഞ്ഞ നിറമാണ് അല്ലേ? ദെൻ ബ്രൗൺ നിറത്തിൽ ബ്രൗൺ ഷർട്ട് വരച്ചാൽ മതി പോരെ? വി ക്യാൻ ഡ്രോ എ ബ്രൗൺ ഷർട്ട് വിത്ത് ബ്രൗൺ കളർ അല്ലേ? ബ്രൗൺ ഷർട്ട് വിത്ത് ബ്രൗൺ കളർ. വി ക്യാൻ ഡ്രോ ഓറഞ്ചസ് വിത്ത് ഓറഞ്ച് കളർ. ഓറഞ്ച് കളർ കൊണ്ട് നമുക്ക് ഓറഞ്ചസ് വരയ്ക്കാം ഇല്ലേ? ഓറഞ്ച് നിറമുള്ള പൂക്കളൊക്കെ ഉണ്ട്, അതുമൊക്കെ വരയ്ക്കാം കേട്ടോ. അപ്പം അവിടെ അങ്ങോട്ട് തീർന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്കിനി അടുത്ത പേജിലേക്ക് പോകാം കേട്ടോ. റീ അറേഞ്ച് ദ ലെറ്റേഴ്സ് ടു ഫൈൻഡ് ദ ഹിഡൻ കളർ. ആ ലെറ്റേഴ്സൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്കേ അതിൻ്റെ അകത്ത് തെളിച്ചിരിക്കുന്ന നിറമുണ്ട്, അതിനെ കണ്ടുപിടിക്കണം. LEBU അത് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് BLUE എന്ന് കിട്ടും, ബ്ലൂ. നോക്കിക്കേ, രണ്ടാമത്തെ ഒന്ന് വായിക്കേ, LYLEWO. അതെന്താണ്? അത് നോക്കി, അത് നമുക്ക് YLLOW എന്ന് എഴുതരുതോ? യെല്ലോ അത് കേട്ടോ, യെല്ലോ ഞാൻ നമ്മളെ പറ്റിക്കാൻ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിരിക്കുന്നത്. അടുത്തതോ RENEG. അത് നമുക്ക് എന്താ? ഗ്രീനാണ്. GREEN എന്നുള്ളത് മാറ്റിയിട്ടിരിക്കും. നമുക്കത് റീഅറേഞ്ച് ചെയ്യണം വേണ്ടേ? റീഅറേഞ്ച് ചെയ്യുമ്പോൾ GREEN ഗ്രീൻ എന്ന് വരും കേട്ടോ. അടുത്തതോ RUPPEL എങ്ങനെ വരും? PURPLE എന്ന പർപ്പിൾ എന്നാണ് വരുന്നത്. അതങ്ങനെ റീഅറേഞ്ച് ചെയ്യണം. അടുത്തത് NROBW. അത് ബ്രൗൺ എന്നാണ് കേട്ടോ. അത് ബ്രൗൺ എന്നാണ് എഴുതേണ്ടത്. അപ്പോഴേ അത് തീർന്നു കേട്ടോ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. സേ ലൗഡ്. നല്ല ഉച്ചത്തിൽ പറയണം കേട്ടോ, നല്ല ഉച്ചത്തിൽ പറയണം. സേ ലൗഡ്. ദിസ് ഈസ് എ ഗ്രീൻ ക്രയോൺ. ഉണ്ടോ? ഒരു ഗ്രീൻ ക്രയോണിൻ്റെ പടം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവനങ്ങനെ നിൽക്കുകയാണ്. ഗ്രീൻ ക്രയോൺ. ദിസ് ഈസ് എ ഗ്രീൻ ക്രയോൺ. ഉണ്ടോ?
ദ വേർഡ് ഗ്രീൻ ബിഗിൻസ് വിത്ത് GR. GR എന്ന് എഴുതി തുടങ്ങിയാലേ ഗ്രീന്ന് കിട്ടുള്ളൂ കേട്ടോ. വേർഡ് ക്രയോൺ കംസ് വിത്ത് CR. ക്ര എന്നൊരു സൗണ്ട് പറയുന്നതിന് CR എന്ന് ചേർക്കണം. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് ഒന്നുകൂടെ മനസ്സിലാകുന്നത് അടുത്ത വായിക്കുമ്പം. നൗ സേ ദീസ് വേർഡ്സ് അലൗഡ്. ഇത് താഴെ ഒത്തിരി വാക്ക് കൊടുത്തിട്ടുണ്ട് കണ്ട. GREEN ഗ്രീൻ, GREEN ഗ്രീൻ, GREY ഗ്രേ, GREY ഗ്രേ, GRASS ഗ്രാസ്, GRASS ഗ്രാസ്, GRAPS grapes, GRANDMOTHR ഗ്രാൻഡ് മദർ. മനസ്സിലായോ? ഒന്ന് ഗ്രീൻ എന്നും ഗ്രേ എന്നും ഗ്രാസ് എന്നും അങ്ങനെ ഗ്രാൻഡ് എന്നൊക്കെ പറയാൻ പോകുമ്പോൾ ഗ്രാ എന്നുള്ള ഉച്ചാരണം വേണം. ആദ്യം ഗ്രാ എന്ന സൗണ്ട് പറഞ്ഞു അല്ലേ? അപ്പോൾ അതിന് നമ്മൾ GR ചേർക്കുന്നത്. GRWN ഗ്രീൻ, GREY ഗ്രേ, GRASS ഗ്രാസ്, GRAPS grapes, GRAPS grapes, GRANDMOTHR ഗ്രാൻഡ് മദർ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. CR ചേർത്തത് ക്രയോൺ, ക്രാബ്, ക്രെയിൻ, ക്രോ, ക്രാഡിൽ. കണ്ടോ എന്തൊക്കെയാണ്? ക്രയോൺ എന്ന് പറഞ്ഞാൽ എന്നാ? കളർ പെൻസിലല്ല, കളറിൻ്റെ ഉള്ള ആ മെഴുക് പോലുള്ള സംഭവം അല്ലേ? കളറുള്ള ആ സാധനത്തിന് നമ്മൾ ക്രയോൺ എന്ന് പറയും. നിങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്നത് ക്രയോൺ. ക്രാബ് എന്ന് പറഞ്ഞാൽ ഞണ്ടെന്നാണ് അർത്ഥം. ക്രാബ് ഞണ്ട്. ക്രെയിൻ എന്ന് പറഞ്ഞാൽ കൊക്ക്, ക്രെയിൻ, CRAIN ക്രെയിൻ. ക്രെയിൻ എന്താണ്? കൊക്കാണ്. അപ്പോൾ CR ചേർത്ത് എഴുതണ്ടേ. ക്രോ കാക്ക, അതിന് CR ചേർത്താൽ ക്രോ എന്നല്ലേ എഴുതുന്നത്, CR ചേർത്തണം. ക്രാഡിലും CR. ക്രാഡിൽ നിന്ന് തൊട്ടിൽ നിന്നാണ് കേട്ടോ. നിങ്ങളൊക്കെ കൊച്ചിലെ കുറച്ചുകൂടെ ചെറുതായിരിക്കുമ്പോൾ തൊട്ടിലേ കിടന്നു ആടിയിട്ടില്ലേ? സോ ഇറ്റ് ഈസ് ക്രാഡിൽ. അടുത്ത DR ചേർത്താൽ ഡ്രോ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ DR ഡ്രോ, TRAW ഡ്രോ വരയ്ക്കുക. DRUM ഡ്രം, പെരുമ്പറ കൊട്ടുന്ന പെരുമ്പറ, ഡും ഡും എന്ന് കൊട്ടുന്നത് ഡ്രം. ഡ്രസ്, DRESS ഡ്രസ്. നിങ്ങളൊക്കെ ആയിട്ട് ഉണക്കുന്ന ഡ്രസ്സില്ല, അത് DR ചേർത്ത് ആദ്യം DRESS ഡ്രസ്. DROP ഡ്രോപ്പ് എന്ന് താഴേക്ക് ഇടുക എന്നൊക്കെ അർത്ഥത്തില്ല. ഡ്രാഗൺ ഫ്ലൈ, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് അല്ലേ? ഡ്രാഗൺ എന്ന് പറഞ്ഞാൽ വ്യാളി എന്നർത്ഥം. വ്യാളി ചൈനയിലൊക്കെ ഉള്ളവർ കാണിച്ചിരിക്കുന്ന ഒരു സാങ്കല്പിക നാഗമാണ്, പാമ്പാണ് ഡ്രാഗൺ. ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടുണ്ട്, ഡ്രാഗൺ. അപ്പോൾ ഡ്രാ എന്നുള്ള ഉച്ചാരണം എന്നുണ്ടെങ്കിൽ DR ചേർക്കണം ആദ്യം അല്ലേ? പ്രിൻസ് എന്നാ PR ചേർത്താൽ പ്രീ എന്ന് വരും, PRI പ്രിൻസ്. പ്രിൻസ് രാജകുമാരൻ, പ്രിൻസസ് രാജകുമാരി. പ്രൈസ് സമ്മാനമേ. പ്രേ പ്രാർത്ഥിക്കുന്നേ. പ്രസൻറ്റ് അറ്റ് പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ നടക്കുന്ന കാലം, വർത്തമാനകാലം, പ്രസൻറ്റ് ടെൻസ് ഉണ്ട്. അപ്പോൾ എന്നാ പറയണമെന്നുണ്ടെങ്കിൽ PR ആദ്യം ചേർക്കണം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഒച്ചത്തിൽ പറയണം. ഗ്രീൻ, ഗ്രേ, ഗ്രാസ്, ഗ്രേപ്സ്, ഗ്രാൻഡ് മദർ ഗ്രേ. ക്രയോൺ CR CR ക്രയോൺ, ക്രാബ്, ക്രെയിൻ, ക്രോ, ക്രാഡിൽ. ഡ്രസ്സിന് ഡ്രോ, ഡ്രം, ഡ്രസ്, ഡോപ്പ്, ഡ്രാഗൺ. പ്രൈസ് PRIC, പ്രിൻസ്, പ്രിൻസസ്, പ്രൈസ്, പ്രേ, പ്രസൻറ്റ്. അത് ഓരോന്നിനും PR ചേർത്താം. അതൊക്കെ നിങ്ങൾ പഠിക്കണം കേട്ടോ. എഴുതിയും പഠിക്കണേ, വായിച്ചും പഠിക്കണം, എഴുതിയും പഠിക്കണം കേട്ടോ. അപ്പോഴേ ഇപ്പോഴും ഈ ക്ലാസ് നമുക്കിവിടെ തീർക്കാം കേട്ടോ. ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴേ ഈ പഠിച്ച ക്ലാസ് ഉണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.